ഹരേ കൃഷ്ണ. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ശരിയായ ലക്ഷ്യം നമ്മൾ മറക്കുന്ന സമയത്ത് അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഓരോ യുഗത്തിലും അവതരിക്കുന്നത്, നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കുന്ന നിരവധി മനുഷ്യജീവികളിൽ ഒരാളെങ്കിലും തൻ്റെ നില എന്താണ് എന്ന് അറിയാനുള്ള മനോഭാവത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത. ഭഗവാൻ പറയാണ്, അവിദ്യയാകുന്ന ഒരു മൃഗം, അതൊരു ഉപമയാണ്, നമ്മളെ മനുഷ്യരെല്ലാം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളതിൽ പെട്ടുപോവുകയാണ്. എന്നാൽ അതിൽ നിന്ന് മോചിപ്പിക്കുന്നത് സാക്ഷാൽ പരമാത്മാവായിട്ടുള്ള ഭഗവാൻ തന്നെയാണ്. ദ്വാപരയുഗത്തിൻ്റെ അവസാനമാണ് ഗീത ഉണ്ടായതെങ്കിൽ പോലും ലോകാവസാനം വരെ ഉള്ള മനുഷ്യർക്ക് മാർഗദർശകമാണ് ഭഗവത്ഗീത എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എന്തെങ്കിലും സങ്കടം വരുന്ന സമയത്ത് നിങ്ങൾ ഭഗവാന്റെ നാമം ജപിച്ചിട്ട് ഗീത ഒന്ന് പകുത്തു നോക്കുക. പകുത്തു നോക്കുക എന്ന് പറഞ്ഞാൽ പേജ് തുറന്നു നോക്കുക. നിങ്ങളുടെ സങ്കടം എന്താണെന്നും ഇനി നിങ്ങൾ ഏത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത്, നിങ്ങൾ ഏത് മാർഗത്തിലൂടെയാണ് ഇനി സഞ്ചരിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഭഗവാൻ കാണിച്ചു തരും ഓരോ ശ്ലോകങ്ങളിലൂടെ. അതിൻ്റെ മലയാളം അർത്ഥം കൂടെയുള്ള പുസ്തകമാണെങ്കിൽ വളരെ ഉപകാരമായിത്തീരും. സംസ്കൃതം അറിയുന്നവർക്ക് പിന്നെ മലയാളത്തിൻ്റെ ആവശ്യം ഇല്ല. അറിയാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഭഗവാൻ എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള സകല ജീവജാലങ്ങളോടും ഇഷ്ടമുള്ളവനാണെങ്കിൽ പോലും പരിപൂർണ സൃഷ്ടിയായിട്ടുള്ള മനുഷ്യനോട് ഭഗവാന് ഇഷ്ടം കൂടുതലാണ്. അതുകൊണ്ടാണ് തൻ്റെ സുഹൃത്തായിട്ടുള്ള അർജുനനെ ശിഷ്യനാക്കിക്കൊണ്ട് കലിയുഗത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഭഗവാൻ ഗീത പകർന്നു കൊടുക്കാനുള്ള കാരണം. ഭഗവാന്റെ കൂടെ നിരന്തരം അനേക വർഷങ്ങൾ സഞ്ചരിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ച അർജുനൻ എല്ലാ അറിവില്ലായ്മകൾക്കും മുകളിലായിരുന്നു. അതായത് അറിവുണ്ടായിരുന്നു, അജ്ഞാനത്തിനെ കവച്ചു വെച്ചിട്ട് ജ്ഞാനത്തിലേക്ക് ഉയർന്നവനായിരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ വീണ്ടും ആ അജ്ഞാനത്തിലേക്ക് അകപ്പെട്ടു. ശരീരബോധം ഉണ്ടായി, ആത്മബോധം നഷ്ടപ്പെട്ടു. ജീവിത പ്രശ്നങ്ങളെ പരിഹരിച്ച് വരും തലമുറകൾക്ക് ഒരു ജീവിത പദ്ധതി രൂപീകരിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെപ്പറ്റി വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അർജുനൻ ഭഗവാനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു യുദ്ധക്കളത്തിൽ. അപ്പോൾ മനുഷ്യന് അതിന് പ്രകാരം പ്രവർത്തിക്കുകയും മാനവ ജീവിതത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കുകയും ചെയ്യാം എന്ന് അർജുനന് തോന്നുകയാണ്. ഭഗവത്ഗീതയുടെ വിഷയം എന്ന് പറയുന്നത് 5 അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഒന്നാമതായിട്ട് ദൈവശാസ്ത്രം, പിന്നീട് ജീവസത്തകളുടെ, അങ്ങനെ പറഞ്ഞാൽ നമ്മളാകുന്ന ജീവന്മാരുടെ ആത്യന്തികമായിട്ടുള്ള മൂലസ്വരൂപവും, അതുപോലെ ഈശ്വരൻ ഉണ്ട് എന്നുള്ള സത്യവും, അതുപോലെ നിയന്ത്രിതരായിട്ടുള്ള നമ്മളാകുന്ന മനുഷ്യരുടെ ജീവാത്മാക്കളുടെ ഭഗവാനാകുന്ന കടിഞ്ഞാണിൽ കുടുങ്ങിയിട്ടാണ് നമ്മളൊക്കെ അനുദിനം മുന്നോട്ട് പോകുന്നത് എന്നുമുള്ള ബോധം നമുക്ക് വളർത്തുന്നു ഗീതയിലെ അടുത്ത കാര്യങ്ങൾ. ഓരോ ജീവന്മാരും ഭഗവാന്റെ കയ്യിലെ കടിഞ്ഞാണിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് ഭഗവത്ഗീതയിൽ പരമനിയന്താവായിട്ടുള്ള ഈശ്വരനും നിയന്ത്രിതമായിട്ടുള്ള കാര്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന നമ്മൾ മനുഷ്യരും മറ്റ് ചരാചരങ്ങളും വിഷയമാകുന്ന പ്രകൃതി, അതായത് നമ്മൾ ജീവിക്കുന്ന ഈ ഭൗതിക പ്രകൃതിയും കാലവും കർമ്മവും ഇതിൽ പ്രധാന വിഷയങ്ങളായിട്ട് കടന്നു വരാറുണ്ട്. നമ്മുടെ ഈ ലോകത്തിലെ ആവിഷ്കാരം എന്ന് പറയുന്നത്, ഇത് ഉണ്ടായി എന്ന് പറയുന്നത് വ്യത്യസ്ത കർമ്മങ്ങളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കർമ്മങ്ങളിൽ
നിറഞ്ഞിട്ടാണ് ഈ പ്രപഞ്ചം മുന്നോട്ട് പോണത്. സദാ കർമ്മം ചെയ്ത് കർമ്മനിരതരായിട്ട് ഇതിൽ ഓരോ ചരാചരങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ കൺട്രോളിങ്ങിലാണ്. എല്ലാ ജീവന്മാരും വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങളിൽ മുഴുകിയിട്ടാണ് ഓരോ ദിവസവും രാവിലെ ആരംഭിക്കുന്നത് തങ്ങളുടെ കർമ്മങ്ങൾ. ഈശ്വരൻ എന്താണ്, ജീവൻ എന്താണ്, ഭൗതികമായിട്ടുള്ള ഈ പ്രകൃതി എന്താണ്, പ്രത്യക്ഷമായി കാണുന്ന പ്രപഞ്ചം എന്താണ്, ഇതൊക്കെ എങ്ങനെയാണ് കാലചക്രത്താൽ, ഭഗവാന്റെ കയ്യിൽ കാണുന്ന സുദർശനം എന്ന് പറഞ്ഞാൽ കാലചക്രമാണ്. ആഴ്ചകൾ, മാസങ്ങൾ, യുഗങ്ങൾ, വർഷങ്ങൾ എന്നൊക്കെ പറയാം. അതിൻ്റെ പ്രതീകാത്മക രൂപമാണ്. കാലചക്രം തിരിയുന്നു എന്ന് കാണിക്കാൻ, എൻ്റെ കയ്യിലാണ് കാലത്തിൻ്റെ കടിഞ്ഞാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സുദർശനം ഭഗവാൻ വിരലിൽ അണിയാനുള്ള കാരണം. അതിൻ്റെ തത്വം അതാണ്. കാലചക്രം സുദർശനം എന്നാണ് പറയുക. എങ്ങനെയാണ് കാലത്താൽ ഇതൊക്കെ നിയന്ത്രിക്കപ്പെടുന്നത് ഭഗവാൻ? ജീവന്മാരാകുന്ന നമ്മളുടെ കർമ്മം എന്താണ്, നമ്മൾ എന്ത് പ്രവൃത്തിയാണ് ഇവിടെ ചെയ്യേണ്ടത് മരിക്കുന്നവരെ, ഇതൊക്കെ അറിയാൻ ഏറ്റവും ഉത്തമമാണ് ഭഗവത്ഗീത, ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ വാക്കുകൾ എന്ന് മനസ്സിലാക്കുക.